Hi all, welcome to Entry Cooperative Banking. ഞാൻ ജിസ്ന. നമ്മുടെ ടോപ്പിക് ടൈപ്സ് ഓഫ് ലോൺസ് ആണ്. നമ്മൾ CSEB പുതിയതായിട്ട് നമ്മുടെ സിലബസ് ചേഞ്ച് ചെയ്തപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ലോൺസ്. മുഴുവനായിട്ട് മിസ് ഇവിടെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പലതരത്തിലുള്ള ലോണുകളുണ്ട്. ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെന്നുള്ളവർ നമുക്ക് നമ്മുടെ എൻട്രിയിലെ CSEB ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ക്ലാസ് അവൈലബിൾ ആണ്. ജസ്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ലോൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ലോൺ എടുക്കണ എല്ലാവർക്കും അറിയാൻ പറ്റും എന്തൊക്കെയാണ് ലോൺ, എങ്ങനെയാണ് എടുക്കുന്നത്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ലോൺ എടുക്കുമ്പോൾ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പലതരത്തിലുള്ള ലോണുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ലോൺ എന്ന് നോക്കാം. ലോൺ ഈസ് വെൻ ദ ബോറോവർ ബോറോസ് ദ മണി ഫ്രം ദ ലെൻഡർ for a certain rate of interest with a commitment to pay the amount back in ഫ്യൂച്ചർ. അപ്പോൾ എന്താ ലോൺ എന്ന് പറയുന്നത്? ബോറോവർ അല്ലേ? ബോറോവർ എന്താ ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, ബാങ്ക് തന്നെ ആവണമെന്നില്ല, ഇറ്റ് മേ ബി എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഓക്കെ, borrower borrows the money from the lender for a certain rate of interest. ഒരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ സമ്മതിച്ചുകൊണ്ട് എന്താ പറയണത്? അത് ഇത്രയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ തന്നുകൊള്ളാം, ഇത്രയും നാൾക്കുള്ളിൽ ഞാനത് തിരിച്ചടച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ബോറോവർ വാങ്ങിക്കുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോൺ എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് എ റിക്വസ്റ്റ് ഓഫ് മണി ഫ്രം വൺ സോഴ്സ് ടു അനദർ ഫോർ എ ഫിക്സഡ് ടൈം ഡ്യൂറേഷൻ. ഒരു പർട്ടിക്കുലർ ടൈം ഡ്യൂറേഷനിലേക്ക് വേണ്ടിയിട്ട്, ഒരു പർട്ടിക്കുലർ ടൈം ഡ്യൂറേഷനിലായിരിക്കും നമ്മൾ, അതായത് ഒരു സ്പെസിഫിക് ഡ്യൂറേഷൻ നമ്മൾ അവിടെ പറയുന്നുണ്ടാവും. ഓക്കെ, ലോൺ ഈസ് എ കൈൻഡ് ഓഫ് ഡെപ്റ്റ് ഫെസിലിറ്റേറ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു അനദർ വിത്ത് എ കണ്ടീഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട് വേണമല്ലോ നമുക്ക് എന്താ പറയുക കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് മിസ് തുടക്കത്തിൽ നിന്ന് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്? ലോൺ ഈസ് എ കൈൻഡ് ഓഫ് ഡെപ്റ്റ് ഫെസിലിറ്റേറ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു അനദർ വിത്ത് എ കണ്ടീഷൻ ഓൺ ഇൻട്രസ്റ്റ്. ഒരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദ പ്രൈമറി ഫെസിലിറ്റീസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ലോണുകൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടുക? ബാങ്ക്, നമുക്കറിയാം ബാങ്കിൽ നിന്നാണ് ലോൺ കിട്ടുന്നത്. ബട്ട് ബാങ്കുകളിൽ നിന്ന് മാത്രമല്ല, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസും എന്ത് ചെയ്യാറുണ്ട്? ലോണുകൾ കൊടുക്കാറുണ്ട്. ഈസ് ടു അവൈൽ ലോൺസ് ടു ദി കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പോൾ ലോണുകൾ മെയിൻ ആയിട്ട് എത്ര തരത്തിലുണ്ട്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെക്യൂർഡ് ലോണുകളുണ്ട്, അൺസെക്യൂർഡ് ലോണുകളുണ്ട് അല്ലേ? അപ്പൊ സെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഈട് കൊടുത്തുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുന്നതാണ് സെക്യൂർഡ് ലോണുകൾ. അതേസമയം അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സെക്യൂരിറ്റി ഒന്നുമില്ലാതെ നമ്മൾ ലോൺ എടുക്കുമ്പോൾ അതെന്താണ്? അൺസെക്യൂർഡ് ലോൺ ആണ്. അപ്പൊ എന്താണ് ഈ സെക്യൂർഡ് ലോൺ നോക്കാം. In this, the borrower pledges some assets as collateral. ഇപ്പൊ എന്താണ്? ബോറോവർ അയാളുടെ കയ്യിലുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി, ഇറ്റ് മേ ബി എന്തൊക്കെയാ നോക്കാം കേട്ടോ നമുക്ക്. സം അസെറ്റ്, എന്തെങ്കിലും അസെറ്റ്, അത് കൊളാട്രൽ ആയിട്ട് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്? ബാങ്കിന്. അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പൊ കൊളാട്രൽ ആയിട്ട് നമുക്ക് പ്രോപ്പർട്ടി ആവാം, കാർ ആവാം, നമുക്കറിയാം എന്തൊക്കെ, നമുക്ക് ഇപ്പോൾ ഗോൾഡ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈടാക്കി കൊടുക്കാവുന്നതാണ് അല്ലെ? എ മോർഗേജ് ലോൺ ഈസ് വൺ ഓഫ് ദ സെക്യൂർഡ് ലോൺ റിക്വസ്റ്റഡ് ബൈ എനി കസ്റ്റമർ. ഇൻ എ സെക്യൂർഡ് ലോൺ മണി ഈസ് ജനറലി യൂസ്ഡ് ടു പർച്ചേസ് എ പ്രോപ്പർട്ടി. ഓക്കെ, എന്താണ് സെക്യൂർഡ് ലോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്ങനെ ചെയ്യാം? If the borrower is not able to pay back the loan amount, the lender possesses the legal right to sell off the collateral security in order to recover the money. ഇപ്പൊ എന്താണ്? നമ്മള് ബോറോവർ ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ലെൻഡർക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? ഇയാള് ബാങ്കിൽ നിന്നും എടുത്ത ലോൺ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കൊളാട്രൽ വിൽക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ലെൻഡർക്ക് ഉണ്ട്. ഓക്കെ, the lender may take possession of the customer's collateral if the customer is unable to repay the loan as he or she has agreed with a secured loan or line of credit. അപ്പൊ അതിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നിങ്ങൾ അത് പ്രോപ്പർ ടൈമിൽ തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് വിറ്റ് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ലോണിലേക്ക് നമ്മളത് ഈടാക്കുന്നതാണെന്ന് അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആസ് ദ കൊളാട്രൽ എക്സിസ്റ്റ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ദ സെക്യൂർഡ് ലോൺസ് ആർ lower and the borrowing limits are higher. ഇപ്പൊ നമ്മളിവിടെ
കൊളാട്രൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. എന്തിന്? സെക്യൂർഡ് ലോണുകൾക്ക്. കണ്ടോ, ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓഫ് ദ സെക്യൂർഡ് ലോൺസ് ആർ ലോവർ ആൻഡ് ദ ബോറോയിങ് ലിമിറ്റ്സ് ആർ ഹയർ. ബോറോയിങ് ലിമിറ്റ്സ് കൂടുതൽ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മേക്കിംഗ് ദം lucrative for the customers looking at a larger amount to borrow. ഇത് വെച്ചിട്ട് കൂടുതൽ എമൗണ്ട് ബോറോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പലതരത്തിലുള്ള സെക്യൂർഡ് ലോണുകൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നതാണ് ഹോം ലോൺ. A home loan is a type of secured loan wherein the customer wishes to build their own house. They may apply for. ഇപ്പോൾ ഹോം ലോൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, വീട് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ലോണുകളാണ് ഹോം ലോണുകൾ അല്ലേ. ഒന്നുകിൽ വീട് പണിയാനായിരിക്കാം. കണ്ടോ, ബാങ്ക്സ് ഫെസിലിറ്റേറ്റ്സ് ഫണ്ട്സ് ടു ബിൽഡ് ഓർ ബൈ എ ന്യൂ ഹോം. ഇറ്റ് അട്രാക്ട്സ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് അഗെയിൻസ്റ്റ് ദ ലോൺ. ഒന്നുകിൽ വീട് പുതിയത് പണിയാനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളത് തന്നെ എന്താ പറയുക, നമുക്ക് ഓൾട്ടറേഷൻ ചെയ്യാം അല്ലെ. അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് ഹോം ലോണുകൾ കൊടുക്കുന്നത്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ കസ്റ്റമേഴ്സ് ക്രെഡിറ്റ് സ്കോർ വിച്ച് ഈസ് ഇവാലുവേറ്റഡ് ബൈ ദ ബാങ്ക് വൈൽ സാങ്ഷനിങ് ദ കസ്റ്റമേഴ്സ് ലോൺ. അപ്പൊ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് സാധാരണ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, എങ്കിലും കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ ഡ്യൂറേഷൻ ഓഫ് ദി ഹോം ലോൺ ഈസ് 20 to 30 years. 20 വർഷം മുതൽ 30 വർഷം വരെയാണ് സാധാരണ കേസിൽ ഹോം ലോണുകളുടെ പീരീഡ് വരുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ വാല്യൂ ഓഫ് ദ ലോൺ സാങ്ഷൻഡ് ആൻഡ് ദ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ. അപ്പോൾ ടേം ഇതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, വാല്യൂ ഓഫ് ദ ലോൺ. എത്ര എമൗണ്ട് ആണ് ലോൺ സാങ്ഷൻ ആക്കിയിട്ടുള്ളത്, അതേപോലെ എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഇതെല്ലാം അനുസരിച്ചിട്ടാണ് ഓരോ ഹോം ലോണുകളുടെയും പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then ലോൺ എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് LAP എന്നാണ് പറയുന്നത്. ലോൺ എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി ഈസ് വൺ ഓഫ് ദ സെക്യൂർഡ് ലോൺ wherein the borrower promises any residential or commercial or industrial property for requesting the funds റിക്വയർഡ് ബൈ ദം. എന്താ, നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ട് ലോൺ എടുക്കുന്നതാണ് LAP എന്ന് പറയുന്നത്. ദ ലോൺ എമൗണ്ട് സാങ്ഷൻഡ് ഈസ് ഈക്വലന്റ് ടു എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദി പ്രോപ്പർട്ടീസ് വാല്യൂ. നമുക്കറിയാം മാർജിൻ കീപ്പ് ചെയ്യാറുണ്ട്. എന്താ മാർജിൻ എന്ന് പറയുന്നത്? നമ്മളവിടെ കൊടുക്കുന്ന സെക്യൂരിറ്റിയുടെ വാല്യൂ, അതായത് മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റി, നമ്മൾ കൊടുക്കുന്ന ലോണിന്റെ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസിന് ഞാൻ എന്ത് വിളിക്കുന്നത്? മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ഒരിക്കലും നമ്മൾ ബാങ്കിലേക്ക് ഈടാക്കി കൊടുക്കുന്ന പ്രോപ്പർട്ടിയുടെ ഫുൾ വാല്യൂ നമുക്ക് ലോണായിട്ട് തരില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അതിൻ്റെ ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് ആയിരിക്കും കസ്റ്റമേഴ്സിന് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ദിസ് പെർസെൻറ്റേജ് ക്യാൻ വാരി ഫ്രം ലെൻഡർ ടു ലെൻഡർ. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് ഓരോ ലെൻഡേഴ്സിനനുസരിച്ച് ഇത്ര പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ബാങ്കുകൾക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അനുസരിച്ചിട്ട് ഈ പെർസെൻറ്റേജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി വരുന്നത് ഗോൾഡ് ലോൺ ആണ്. ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് സെക്യൂർഡ് ലോൺ ഇൻ വിച്ച് ദ കസ്റ്റമേഴ്സ് പ്ലഡ്ജസ് ദെയർ gold, jewelry or gold coins as collateral against the loan. നമ്മൾ ഗോൾഡ് വെച്ചിട്ട് ലോൺ എടുക്കുന്നത്. ഓക്കെ, ദ ലോൺ മണി സാങ്ഷൻഡ് അഗെയിൻസ്റ്റ് ദ ജ്വല്ലറി ഓർ കോയിൻ ഈസ് എ സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ഓഫ് ദ ഗോൾഡ് വാല്യൂ. എല്ലാവർക്കും അറിയാവുന്നതാണിത്. അപ്പം എന്താ, നമ്മുടെ ഗോൾഡിന്റെ അന്നത്തെ റേറ്റ് അനുസരിച്ചിട്ട്, അന്ന് എത്രയാണോ ഗോൾഡിന്റെ റേറ്റ് അതിൻ്റെ ഒരു പെർസെൻറ്റേജിലായിരിക്കും ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സച്ച് എ സം ഓഫ് മണി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലെൻഡർ. ഇതും ഏതൊരു ടൈപ്പ് ലോണുകളായാലും അതിൻ്റെ എത്രത്തോളം എമൗണ്ട് കൊടുക്കണം, എത്രത്തോളം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു, ഇതൊക്കെ ഓരോ ലെൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഗോൾഡ് ലോൺസ് ആർ ജനറലി റിക്വസ്റ്റഡ് ഫോർ short-term requirements and the repayment duration of the loan is lesser as compared to loan against property or home loan. അപ്പോൾ സാധാരണ കേസിൽ ഗോൾഡ് ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ പോയി എടുക്കുന്നതാണ് ഈ ഗോൾഡ് ലോൺ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റീപേയിങ് പീരീഡ് ഷോർട്ട് ടേം ആയിരിക്കും, പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചടയ്ക്കാവുന്ന രീതിയിലായിരിക്കും ഗോൾഡ് ലോണുകൾ ബാങ്കിൽ നിന്നും എടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ്, ലോൺ എഗെയിൻസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ്.
Customers may also request a loan against the fixed deposit. It is very useful when individuals are in need of immediate funds. അപ്പം നമ്മുടെ FD റെസിപ്റ്റ് വെച്ചിട്ട് ലോൺ എടുക്കുന്ന കേസൊക്കെ നമ്മൾ എപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഡെപ്പോസിറ്റുകൾ എടുത്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ളതും ബാങ്കുകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതുമായിട്ടുള്ള ടൈപ്പ് ഓഫ് ലോണാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് വെച്ചിട്ട് ലോൺ എടുക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ബാങ്കിന് ഏറ്റവും സേഫ്റ്റി അതാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ ഡെപ്പോസിറ്റിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമേഴ്സ് മേ ഓൾസോ റിക്വസ്റ്റ് എ ലോൺ അഗെയിൻസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ വെൻ ഇൻഡിവിജ്വൽസ് ആർ ഇൻ നീഡ് ഓഫ് ഇമ്മീഡിയറ്റ് ഫണ്ട്സ്. പെട്ടെന്ന് പൈസയുടെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്ന മറ്റൊരു തരത്തിലുള്ള ലോണാണ് ലോൺ അഗെയിൻസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. Okay, the amount of the loan sanctioned on the basis of FD may ranges from 70% to 90%. 70 FDയുടെ 70% മുതൽ 90% വരെ ലോണുകൾ കൊടുക്കാറുണ്ട്. വീണ്ടും പറയാണ്, ഇത് ഓരോ ലെൻഡേഴ്സിന് അനുസരിച്ചിട്ടും വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. ഇറ്റ് ഓൾസോ വാരീസ് ഫ്രം ലെൻഡർ ടു ലെൻഡർ. ദ പീരീഡ് ഓഫ് ദ ലോൺ cannot exceed the duration of the FD. വേറൊരു കാര്യം കൂടി ഉണ്ട്, ഫിക്സ്, അതെല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് FDയുടെ മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടാവും, അതിനേക്കാൾ കൂടുതലായിട്ട് എന്തുണ്ടാവാൻ പാടില്ല, ലോണിന്റെ പീരീഡ് ആവാൻ പാടില്ല. അതായത് FD എന്നാണോ മെച്ചൂർ ആവുന്നത് അതിന് മുമ്പ് തന്നെ ലോണിന്റെ പീരീഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? Then title loan. A title loan borrowers can use their vehicle as collateral to borrow up to 25% to 50% on the vehicle's value. ടൈറ്റിൽ ലോണുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേസിൽ വെഹിക്കിൾ ലോണുകളെയാണ് പറയാറുള്ളത്. അപ്പോൾ വണ്ടികൾ പണയം വയ്ക്കാൻ നമ്മൾ ഹൈപ്പോത്തക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹൈപ്പോത്തക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വണ്ടികൾ നമ്മൾ പണയം വയ്ക്കുകയാണ്. അപ്പോൾ വണ്ടി ആരുടെ കയ്യിൽ തന്നെയായിരിക്കും, ഇതിന്റെ റിയൽ ഓണറുടെ കയ്യിൽ തന്നെയായിരിക്കും. നമ്മൾ അതിന്മേൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹൈപ്പോത്തക്കേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്കറിയാം അല്ലെ. മോഡ്സ് ഓഫ് ചാർജസിൽ നമ്മൾ ലീന്, പ്ലഡ്ജ്, മോർട്ട്ഗേജ്, ഹൈപ്പോത്തക്കേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ, വണ്ടികൾ പണയം വെക്കുക. അപ്പോൾ വണ്ടികളുടെ മാക്സിമം കൊടുക്കാവുന്ന എമൗണ്ട് 25% മുതൽ 50% വരെയാണ് വണ്ടികളുടെ എമൗണ്ട് കൊടുക്കുന്നത്. While the borrowers retain the possession of the vehicle, the lender can seize it in any case of default. അപ്പോൾ പൊസഷൻ ആരുടെ കയ്യിലായിരിക്കും, ബോറോവറുടെ കയ്യിലായിരിക്കും. പക്ഷേ കസ്റ്റമർ അല്ലെങ്കിൽ ബോറോവർ അത് ലോൺ എമൗണ്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ലെൻഡർക്ക് ഈ പ്രോപ്പർട്ടി സീസ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. Okay, these are short-term loans with a high interest rate, often around 25% per month. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ലോണാണ് ടൈറ്റിൽ ലോൺ എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ 300% വരെ, ഒരു മാസത്തിൽ 25% ആണ്. ഡിപ്പെൻസ് ആണ്. ഓക്കെ, ഒരു വർഷത്തിൽ 300% വരെ ആവാറുണ്ട് കേട്ടോ. അതാണ് ടൈറ്റിൽ ലോണുകൾ. നമ്മൾ പിന്നെ വരുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ലോൺ അഗെയിൻസ്റ്റ് ഇൻഷുറൻസ്. ഇപ്പൊ ഇൻഷുറൻസിന്റെ ലോണുകളുണ്ട്. നമ്മൾ ഇൻഷുറൻസ് ബോണ്ടുകൾ വെച്ചിട്ട് ലോൺ എടുക്കില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ borrowers can use ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് വിത്ത് എ സറണ്ടർ വാല്യൂ ആസ് കൊളാറ്ററൽ. അപ്പം എന്താ, നമ്മൾ ഇൻഷുറൻസ് ബോണ്ട് വെക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സപ്പോസ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട്, അതായത് നമുക്കറിയാലോ ഇൻഷുറൻസ് എങ്ങനെ എടുക്കണത്, നമ്മൾ 10 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ഈ കസ്റ്റമർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് തുക കിട്ടും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അത്രയും നാൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത്രയും നാൾ നമ്മുടെ പൈസ അവിടെ കിടക്കുന്നുണ്ടല്ലോ 10 വർഷം, അതും അതിന് ഇൻട്രസ്റ്റും അടക്കം കിട്ടും. ദെൻ പിന്നെന്താ, സറണ്ടർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ മെച്യൂരിറ്റിക്ക് മുമ്പായിട്ട് നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് സറണ്ടർ വാല്യൂ, അങ്ങനെ പല പല ക്ലോസസ് ഉണ്ട്. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ബോണ്ടുകൾ വെച്ചിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണ് എന്ത് വിളിക്കുന്നത്, ലോൺ അഗെയിൻസ്റ്റ് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ the loan to value for loan against insurance range. അപ്പോൾ ഇതിന്റെ ലോൺ ടു വാല്യൂ എന്ന് പറയുന്നത് എന്താ, ഇത്ര ലോണിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്രം 85% to 90%. 85% മുതൽ 90% വരെ, അതായത് ലോൺ എമൗണ്ട് ഇൻഷുറൻസ് എമൗണ്ടിന്റെ 85% മുതൽ 90% വരെ ലോൺ എമൗണ്ട് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ബാങ്കുകൾ. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 10% മുതൽ 12% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ലോണ് വരുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകൾ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ
helps the business meet their operational needs. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വരുന്ന ചെലവുകളെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ലോണുകളാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോണുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് ഹെൽപ്സ് ബിസിനസ് മീറ്റ് ദയർ ഓപ്പറേഷണൽ നീഡ്സ്. The loan amount depends on the business working capital components and interest rate starting from 12% per annum. അപ്പൊ എന്താ 12% വരെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാറുണ്ട് ഇതിൽ. കൊളാട്രൽ സെക്യൂരിറ്റി മൈറ്റ് ബി റിക്വയർഡ് അലോങ് സൈഡ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റ്. കൊളാട്രൽ സെക്യൂരിറ്റി വെച്ചിട്ടാണ് സാധാരണ കേസിൽ ഇത് കൊടുക്കാറുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സെക്യൂർഡ് ലോണുകളിൽ വരുന്നത്. ഇനി അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സെക്യൂരിറ്റി ബാങ്കുകളിലേക്ക് പ്രൊവൈഡ് ചെയ്യാതെ എടുക്കുന്ന ലോണുകളാണ് അൺസെക്യൂർഡ് ലോൺ. ദ ലോൺ ഈസ് നോട്ട് പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് എനി പ്രോപ്പർട്ടി ഓർ കൊളാട്രൽ ഓഫ് ദ ബോറോവർ. അപ്പൊ എന്താ ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു സെക്യൂരിറ്റി ബാങ്കിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല. ഹെൻസ് unsecured loans can be availed from financial bodies like private lenders, banks, etc. Unsecured ലോണുകളായാലും നമുക്ക് ബാങ്കുകളിൽ നിന്നും നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിൽ നിന്നെല്ലാം കിട്ടാറുണ്ട്. In such a type of loan, the interest rates depends on the lender and the borrower. The rate of interest is always greater than that of the secured loan. പിന്നെ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നത് ഓരോ ലെൻഡേഴ്സിനും ബോറോവേഴ്സിനും അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, എത്രത്തോളം എമൗണ്ട് കൊടുക്കണം, ഇതെല്ലാം പലരിൽ നിന്നും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അൺലൈക്ക് സെക്യൂർഡ് ലോൺ, മോർ risk are associated with the unsecured ones. The main one being that customers may not repay the amount. അപ്പോൾ അല്ല എന്താണ്, അൺസെക്യൂർഡ് ലോണുകളെ സെക്യൂർഡ് ലോണും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത് അൺസെക്യൂർഡ് ലോൺ ആണ് അല്ലെ. എന്തുകൊണ്ടാണ്? അൺസെക്യൂർഡ് ലോണിൽ നമ്മൾ സെക്യൂരിറ്റി ഒന്നും ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ബാങ്കിന് ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും, എന്താ കസ്റ്റമേഴ്സ് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുമോ എന്നുള്ളൊരു ടെൻഷന് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, കസ്റ്റമേഴ്സ് തിരിച്ചടച്ചില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളൊരു ടൈപ്പ് ഓഫ് ലോൺ എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ലോൺ ആണ്. As far as bankruptcy is connected, unsecured lenders are not the priority to pay the money. അപ്പൊ എന്താണ് അൺസെക്യൂർഡ് ലോൺസ് എന്ന് പറയുമ്പോൾ എന്താ, ലോൺ എടുക്കാൻ വലിയ എളുപ്പമായിരിക്കും, പക്ഷെ എന്താ അവര് തിരിച്ചടയ്ക്കുമെന്നുള്ള കാര്യം കണ്ടറിയണം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അൺസെക്യൂർഡ് ലോണുകളിൽ വരുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് പേഴ്സണൽ ലോൺ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ് ആസ് വെൽ ആസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് അൺസെക്യൂർഡ് ലോൺ ഇൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ. സാധാരണ കേസിൽ അൺസെക്യൂർഡ് ലോണിൽ വരുന്ന ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ലോൺ ആണ് പേഴ്സണൽ ലോണുകൾ. The rate of interest in these loan is higher than the secured loan, as the personal loan belongs to the unsecured category. എന്താ പറഞ്ഞത്, ഇപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഇതിന് കൂടുതലായിരിക്കും അല്ലെ, ഹയർ ദാൻ ദ സെക്യൂർഡ് ലോൺ ആസ് ദ പേഴ്സണൽ ലോൺ ബിലോങ്സ് ടു ദ അൺസെക്യൂർഡ് കാറ്റഗറി. ഓക്കെ, കസ്റ്റമേഴ്സ് വിത്ത് സ്റ്റേബിൾ ഇൻകം ആസ് വെൽ ആസ് ഗുഡ് ക്രെഡിറ്റ് സ്കോർ ക്യാൻ അവെയിൽ ദിസ് ലോൺ അറ്റ് എ കോമ്പറ്റേറ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ അവർക്ക് എന്താ പറയുന്നത്, ഇപ്പൊ എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനാണ് ഈ പേഴ്സണൽ ലോണുകൾ കൊടുക്കുന്നത്? അവർക്ക് കറക്റ്റ് ആയിട്ടൊരു സ്റ്റേബിൾ ഇൻകം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സ്കോർ നോക്കുമ്പോൾ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിലാണ് സാധാരണ ബാങ്കുകൾ പേഴ്സണൽ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Many people avail personal loan for family, wedding expenses, vacation or international trips, home renovation projects, kids higher education, etc. അപ്പോൾ പേഴ്സണൽ ലോൺ എന്തിനു വേണമെങ്കിലും എടുക്കാം. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് പേഴ്സണൽ ലോണുകളുടെ കേസ് പറഞ്ഞത്. ദെൻ ഷോർട്ട് ടേം ബിസിനസ് ലോൺസ്. As the name suggests, short-term business loans are used for small entrepreneurs or startup. പിന്നെ ചെറിയ സംരംഭകരുണ്ടാവില്ല, അതുപോലെ സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്ന ചെറിയ രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഷോർട്ട് ടേം ബിസിനസ് ലോണുകൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ അൺസെക്യൂർഡ് ലോൺസ് അവൈൽഡ് ബൈ വേരിയസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ in order to fulfill their daily expenses in the business. അപ്പോൾ ഓരോ ദിവസത്തെയും ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എടുക്കുന്ന ലോണുകളാണ് ഷോർട്ട് ടൈം ബിസിനസ് ലോൺ എന്ന് പറയുന്നത്. The expenses can be of various types including small business loans for MSMEs,
അതായത് ഇതിൽ വരുന്ന എക്സ്പെൻസുകളെ പറ്റിയിട്ടാണ് മെഷീനറി ലോൺ, എക്യുപ്മെന്റ്സ്, ലോൺസ് ഫോർ ട്രേഡേഴ്സ്, ലോൺസ് ഫോർ വിമൻ എന്റർപ്രണേഴ്സ് എക്സെട്ര. ദെൻ എഡ്യൂക്കേഷൻ ലോൺ. പിന്നെ മറ്റൊരു അൺസെക്യൂർഡ് ലോൺ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോണാണ് എഡ്യൂക്കേഷൻ ലോൺ. ദീസ് ആർ യൂഷ്വലി അപ്ലൈഡ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് വെരി കോമൺ എമംഗ് സ്റ്റുഡൻസ്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് സാധാരണ കേസിൽ എഡ്യൂക്കേഷൻ ലോണുകൾ എടുക്കാറുള്ളത്. സാധാരണ ഇപ്പോഴത്തെ ഒരു സ്റ്റുഡൻസിന്റെ നേച്ചർ എന്ന് പറയുമ്പോൾ സാധാരണ പാരൻസിനെ ബുദ്ധിമുട്ടിക്കാണ്ട് പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു നേച്ചർ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിയുമ്പോഴത്തേക്കും അവർ ലോൺ എടുത്ത് പഠിക്കുക എന്നുള്ളൊരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺസ് ഇൻക്ലൂഡ്സ് ദ ബേസിക് കോഴ്സ് ഫീസ് ഇൻ അഡീഷൻ ടു അതർ എക്സ്പെൻസസ് ലൈക്ക് ഹോസ്റ്റൽ ഫീസ്, എക്സാം ഫീസ് എക്സെട്ര. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫീസ് മാത്രമല്ല, അവിടെ വരുന്ന ഹോസ്റ്റൽ ഫീസും എക്സാം ഫീസും എല്ലാം ഇതിൽ ഇൻക്ലൂഡിങ് ആണ് അല്ലേ. ഓക്കെ, ദ സ്റ്റുഡൻറ് ഈസ് ദ പ്രൈമറി ബോറോവർ ഓഫ് ദ ലോൺ ആൻഡ് ദെയർ പാരൻസ്, സിബ്ലിങ്സ്, സ്പൗസ് എക്സെട്ര ആർ ഗ്യാരണ്ടർ ഓർ കോ അപ്ലിക്കൻസ്. അപ്പോൾ സാധാരണ സ്റ്റുഡൻ്റ് ആയിരിക്കും ആര്, പ്രൈമറി ബോറോവർ എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്. അവരുടെ പാരൻസോ അല്ലെങ്കിൽ സിബ്ലിങ്സ് അല്ലെങ്കിൽ സ്പൗസ്, അവരെയൊക്കെ നമ്മൾ ആരായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഗ്യാരണ്ടർ അല്ലെങ്കിൽ കോ അപ്ലിക്കൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ ലോൺ ക്യാൻ ബി എ പാർട്ട് ടൈം ഓർ ഫുൾ ടൈം ഓർ വൊക്കേഷൻ കോഴ്സ് ഇൻ അഡീഷൻ ടു ഗ്രാജുവേഷൻ. ആൻഡ് ഇപ്പോൾ പാർട്ട് ടൈം കോഴ്സുകൾക്കും എന്ത് കൊടുക്കാറുണ്ട്, പാർട്ട് ടൈം ആയിട്ട് നമുക്ക് പഠിക്കുന്നവർക്കും വേണമെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാം. അതേപോലെ തന്നെ വൊക്കേഷണൽ കോഴ്സുകളായിക്കോട്ടെ, ഇവയ്ക്കെല്ലാം ബാങ്കുകളിൽ നിന്നും എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓർ ഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ് സച്ച് ആസ് മെഡിസിൻ, മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ് എക്സെട്ര. എന്ത് തരത്തിലുള്ള കോഴ്സുകളും പഠിക്കാനായിട്ടും ബാങ്കുകളിൽ നിന്നും എഡ്യൂക്കേഷൻ ലോണുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ വെഹിക്കിൾ ലോൺ. നമുക്ക് സെക്യൂർഡ് എന്നും പറയാം, നമുക്ക് അൺസെക്യൂർഡ് എന്നും പറയാം. വെഹിക്കിൾ ലോൺ ഈസ് വൺ ഓഫ് ദ അൺസെക്യൂർഡ് ലോൺ ഫോർ ബൈയിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, വണ്ടികളിന്മേൽ ചാർജ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് അത്. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, നമ്മൾ വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഇവിടെ പറഞ്ഞത്. വെഹിക്കിൾ ലോൺ ഈസ് വൺ ഓഫ് ദ അൺസെക്യൂർഡ് ലോൺ ഫോർ ബൈയിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്. പലതരത്തിലുള്ള വണ്ടികൾ വാങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഇത് വെഹിക്കിൾ ലോണ്. ഇറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് എയ്തർ ഫോർ ദ പർച്ചേസ് ഓഫ് എ ന്യൂ വെഹിക്കിൾ ഓർ ഫോർ യൂസ്ഡ് വൺ. പുതിയ ഒരു വാഹനം വാങ്ങിക്കാനായാലും നമ്മൾ യൂസ്ഡ് വണ്ടികൾ വാങ്ങിക്കാനായിട്ടും വെഹിക്കിൾ ലോണുകൾ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിഫോർ ഗ്രാൻഡിങ് എ വെഹിക്കിൾ ലോൺ, ബാങ്ക്സ് checks the customer's credit score and only then the loan will be sanctioned. ഇപ്പോൾ കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വെഹിക്കിൾ ലോണുകളായാലും ബാങ്ക് കൊടുക്കത്തുള്ളൂ. Some of the other factors considered while sanctioning a vehicle loan is the loan's duration and history of the applicant. അത് മാത്രമല്ല, ക്രെഡിറ്റ് സ്കോർ മാത്രമല്ല, ലോണിന്റെ ഡ്യൂറേഷനും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇയാളുടെ പാസ്റ്റ് ഹിസ്റ്ററി എല്ലാം നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഡിമാൻഡ് ലോൺ. ഡിമാൻഡ് ലോൺ എന്ന് പറയുമ്പോൾ എന്താ, ആസ് ദ നെയിം സജസ്റ്റ്, ഡിമാൻഡ് ലോൺസ് ആർ ഷോർട്ട് ടേം ലോൺസ്. ഇത് എന്താണ്, ഷോർട്ട് ടേം ലോണുകളാണ്. There is no fixed duration set to repay the due loan money. Hence, it simply means that the demand loan can be repaid at any point of time. Demand loan നമ്മൾ ഡിമാൻഡ് ബില്ലൊക്കെ പഠിച്ചിട്ടില്ലേ, അപ്പോൾ ഇവിടെ ഒരു ടൈം പീരീഡ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കുക. ഷോർട്ട് ടൈം പീരീഡിലേക്കായിരിക്കും ഡിമാൻഡ് ലോണുകൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ കയ്യിൽ പൈസ വരുന്നത് അല്ലെങ്കിൽ ബോറോവറുടെ കയ്യിൽ പൈസ വരുന്നത്, അപ്പോൾ ആ തുക കൊണ്ട് ബാങ്കിലേക്ക് റീപേ ചെയ്യാന്നുള്ളതാണ് ഡിമാൻഡ് ലോണുകളുടെ പ്രത്യേകത. എ ഡിമാൻഡ് ലോൺ കംപ്രൈസസ് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ആസ് പെർ മോണിറ്ററി പോളിസി. ഇപ്പോൾ ഡിമാൻഡ് ലോണിന്റെ ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എ ഡിമാൻഡ് ലോൺ ക്യാൻ ഐദർ ബി സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ്. ഇപ്പോൾ ഡിമാൻഡ് ലോൺ രണ്ട് തരത്തിൽ ചെയ്യാവുന്നുണ്ട്, പക്ഷെ സാധാരണ കേസിലെ ഡിമാൻഡ് ലോണുകൾ അൺസെക്യൂർഡ് ടൈപ്പിലാണ് വരാറുള്ളത് കേട്ടോ. ദെൻ സബ്സിഡൈസ്ഡ് ലോൺ. എന്താണത്,
The rate of interest is reduced by the subsidy. It is usually provided to students for education related expenses. In a few cases, the whole amount of interest in the subsidized loan is paid by the government. അപ്പോൾ സബ്സിഡികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഇതെന്താ സംഭവം? The rate of interest is reduced by subsidy. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്ര ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഒരു പർട്ടിക്കുലർ കാറ്റഗറി അല്ലെങ്കിൽ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ലോൺ എടുക്കണേന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് റേറ്റിൽ ഇത്രയും കുറച്ചടച്ചാൽ മതി എന്ന് നമ്മൾ പറയാം, അല്ലെങ്കിൽ ലോൺ എമൗണ്ട് ഇത്രയും കുറച്ചടച്ചാൽ മതി എന്ന് പറയാണ്. ഇറ്റ് ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് ടു സ്റ്റുഡൻസ് ഫോർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് എക്സ്പെൻസസ്. സാധാരണ കേസിൽ ഇത് സ്റ്റുഡൻസിനാണ് കൊടുക്കാറുള്ളത്, പക്ഷെ സ്റ്റുഡൻസിന് മാത്രമല്ല, നമ്മൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്കും അങ്ങനെയൊക്കെയും കൊടുക്കാറുണ്ട് അല്ലേ? ഓക്കെ. In few cases, the whole amount of interest in the subsidized loan is paid by the government. ചില കേസിൽ എന്താ സബ്സിഡൈസ്ഡ് ലോണിന്റെ എമൗണ്ട് ഗവൺമെന്റ് കൊടുക്കുന്ന കേസുണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് ഈ സബ്സിഡൈസ്ഡ് ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ് വരുന്നത്. അപ്പോൾ ലോണുകൾ സെക്യൂർഡ് ലോണുകളും അൺസെക്യൂർഡ് ലോണുകളും നോക്കുക. ഇത് നമ്മൾ ഫുൾ ഇവിടെ ഇട്ടിട്ടില്ല, ഇനിയും ഉണ്ട് കുറച്ചും കൂടെ നമുക്ക് എടുക്കാനായിട്ട്. ബ്രിഡ്ജ് ലോണുകൾ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ എൻട്രിന്ന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മിസ്സിന് അടുത്ത കാര്യം പറയാനുള്ളത്, നമ്മുടെ JCAയുടെയും KS കാർഡ് ബാങ്കിൻ്റെയും എക്സാം ഡേറ്റും സിലബസും വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. JCAയുടെയും KS കാർഡിൻ്റെയും കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ കോഴ്സുകൾ അടുത്ത ബാച്ചസ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അപ്ലിക്കേഷൻസ് വേഗം അയക്കുക. അപ്ലിക്കേഷൻസ് മീൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ഇനിയും JCAയുടെയോ KS കാർഡ് ബാങ്കിൻ്റെയോ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ JCAയുടെ ലിസ്റ്റ് വന്നപ്പോൾ ധാരാളം കുട്ടികൾ നമ്മുടെ എൻട്രി വഴി ജോലിയിൽ, അതായത് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എന്നല്ല, അതിനേക്കാളും നന്നായിട്ടാണ് നമ്മൾ ഇത്തവണയും കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം കോഴ്സുകളിലെല്ലാം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇവിടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഡെയിലി ക്ലാസ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ക്ലാസ് ടെസ്റ്റ് മീൻസ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽഡായിട്ട് വിളിച്ച് ചോദിക്കാൻ പറ്റാവുന്ന മെൻറ്റേഴ്സും നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വിളിക്കുക. ഓക്കെ, താങ്ക് യു.